fragrance of life. ജീവിതത്തിന്റെ അടിത്തറ ഭദ്രമായ വിജയം കൈവരിക്കാം. പണ്ട് കാലത്ത് ഏറെ ഭയത്തോടെ കേൾക്കാറുള്ള വാക്കുകളായിരുന്നു യക്ഷി, പ്രേതം, ഭൂതം തുടങ്ങിയവ. ഇന്ന് ആ വാക്കുകൾ ആരും തന്നെ അധികം പറയുന്നത് കേട്ടിട്ടില്ല. പണ്ട് പറയാറുള്ളത് പോലെ പാലമര ചുവട്ടിലോ കാടുകളിലോ ഒന്നും അവരുടെ പ്രത്യക്ഷപ്പെടലുകളും ഇന്ന് നടക്കുന്നില്ല. ആധുനികതയുടെ വിഷക്കാറ്റേറ്റ് ഇവരും വംശനാശ ഭീഷണിയിൽ പെട്ടുപോയോ എന്ന് സംശയിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ തുടർന്ന് ഈ സംശയത്തെ തീർത്തും നിഷ്പ്രഭമാക്കുന്നതായിരുന്നു പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ. ഇന്നത്തെ സൈബർ യുഗത്തിനിണങ്ങിയ വിധത്തിൽ ആധുനികതയുടെ വിഷക്കാറ്റ് പുതുരൂപത്തിൽ പഴയ യക്ഷികളെ വെല്ലുന്ന വിധത്തിൽ താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്. പോപ്പ് ഫ്രാൻസിസ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ മയിലുകളെ നോക്കുക. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ അവ ഏറെ മനോഹരമാണ്, എന്നാൽ അവയെ ഒന്ന് പിന്നിൽ നിന്ന് വീക്ഷിക്കും, ഏറ്റവും അഗ്ലി ലുക്ക്. തുടർന്ന് പാപ്പ പറയുകയാണ്, ഇന്നത്തെ തലമുറയും ഇതുപോലെ തന്നെ. നമ്മൾ അവരെ പിന്നിൽ നിന്നുകൂടെ വീക്ഷിച്ചാലാണ് എന്തുമാത്രം തകർച്ചകളുടെ, വീഴ്ചകളുടെ ആഘാതത്തിലാണ് നമ്മുടെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. തിന്മയ്ക്ക് അടിമപ്പെട്ട്, മാധ്യമങ്ങളുടെ ദുരുപയോഗത്തിന് അടിമപ്പെട്ട്, മദ്യത്തിനും മയക്കുമരുന്നിനും കീഴ്പ്പെട്ട് ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ യുവതലമുറയെ, പുതുതലമുറയെ എങ്ങനെ രക്ഷിച്ചെടുക്കാനാകുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ബൈബിളിലെ ഒരു കൊച്ചു ഉപമ ഈശോ പറഞ്ഞത് ഓർമ്മ വന്നത്. പാറമേൽ ഭവനം പണിത വിവേകിയായ മനുഷ്യൻ. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റ് അതിന്മേൽ ആഞ്ഞടിച്ചു, എന്നാൽ അത് തകർന്നു വീണില്ല. ബൈബിളിൽ പറയുന്ന പലസ്തീനയിലെ ഭൂപ്രകൃതി കുന്നുകളും സമതലങ്ങളും നിറഞ്ഞതാണ്. മഴക്കാലത്ത് ഒട്ടേറെ അപകടങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ഇടം. ശക്തമായി മഴവെള്ളം കുത്തിയൊഴുകുമ്പോൾ പെട്ടെന്ന് ഗതി മാറി അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ പോലും അപകടം വിതയ്ക്കാറുണ്ട്. അതിനാൽ തന്നെ വിവേകമുള്ള മനുഷ്യർ ആഴമേറിയ അടിത്തറയിട്ട് ഉറപ്പുള്ള പാറമേലാണ് ഭവനം പണിയുക. ഏറെ അധ്വാനവും പണച്ചെലവും ഉണ്ടായിരുന്നാലും അവർ ഇങ്ങനെയേ വീട് നിർമ്മിക്കും. എന്നാൽ വിവേകമില്ലാത്തവർ, അധ്വാനവും പണവും ചെലവഴിക്കാൻ മടിയുള്ളവർ സൗകര്യം പോലെ അവർ വീട് വയ്ക്കും. അവരാണ് ഈ അപകട ഭീഷണി പലപ്പോഴും നേരിടേണ്ടി വരാറുള്ളത്. ഏതൊരു നിർമ്മാണ പ്രവൃത്തിക്കും ആധാരമാകുന്നത് അടിത്തറയാണ്. ആഴമായ അടിത്തറയിട്ടാണ് മനോഹരമായ ഉയരമുള്ള സൗധങ്ങൾ പണിതീർത്തെടുക്കാറ്. ഓലപ്പുരയ്ക്കുള്ള അടിത്തറയിൽ വാർക്കക്കെട്ടിടം പണിയാൻ നമുക്ക് സാധ്യമല്ല. ഇന്ന് ലോകത്തിൽ കാണുന്ന മഹാസൗധങ്ങളെല്ലാം നല്ല ഉറപ്പുള്ള അടിത്തറമേൽ കെട്ടിപ്പൊക്കിയതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവിത സൗധങ്ങൾ സ്വർഗത്തോളം ഉയർത്തി പണിയേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അടിത്തറയുടെ ആഴവും വിശാലതയും എത്രമാത്രം വേണമെന്ന് നാം ധ്യാനിച്ച് കണ്ടെത്തണം. ആത്മീയ മൂല്യങ്ങളിന്മേലും ധാർമ്മിക മൂല്യങ്ങളിന്മേലും അടിത്തറയിട്ട ഒരു ജീവിതം പടുത്തുയർത്തിയാലേ പ്രതിസന്ധികൾ, തിരമാലകൾ കണക്കെ നമ്മുടെ മേൽ ആഞ്ഞടിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മീയതയുടെയും ധാർമ്മികതയുടെയും ഉറപ്പുള്ള അടിത്തറമേൽ നമ്മുടെ ജീവിതങ്ങളെ കെട്ടിപ്പടുത്താൻ ജീവിതത്തിൽ എന്നും വിജയം വരിച്ചവരായി നമുക്ക് മാറാനാകും.